ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. മലയാള പുതുവർഷം ആരംഭിക്കുവാൻ പോവുകയാണ്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി ചിങ്ങം 1 മലയാള പുതുവർഷ ആരംഭമാണ്. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാവിധ നന്മകളും നൽകുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭം. ഈ ഒരു വർഷക്കാലം 12 രാശികളിൽ പെട്ട ഒരു 6 രാശിക്കാരെ സംബന്ധിച്ച് 6 രാശികളിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞ 10 വർഷക്കാലം ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന ആ ദുഃഖ ദുരിതങ്ങൾ, ആ കഷ്ടതകൾ, ആ കഷ്ടകാലം വിട്ടുമാറുന്ന സമയമാണ്. ഈ ഒരു ചിങ്ങം 1 മുതൽ മുന്നോട്ട് ഒരു വർഷക്കാലത്തേക്ക് ഇവിടെ പറയുന്ന ഈ 6 രാശികളിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അവരവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി അനുഭവിച്ചു വരുന്ന എല്ലാ കഷ്ടതകളിൽ നിന്നും മുക്തി ലഭിച്ച്, മോചനം ലഭിച്ച് ഒരു നല്ല ജീവിതം, നല്ല ഗുണാനുഭവങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സ്വന്തം ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലം ഏതാണെന്ന് മനസ്സിലാക്കണം. അത് നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നത്തിന് അനുസരിച്ച് ഒരു ശുഭഗ്രഹമാണോ ദശ നടത്തുന്നത്, അതല്ലെങ്കിൽ ഒരു പാപഗ്രഹമാണോ എന്ന് മനസ്സിലാക്കുക. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഒരു രാശിയിൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ് ആ രാശിയിലുള്ള ഒരു നക്ഷത്രത്തിൽ തന്നെ ജനിക്കുന്നത്. നമ്മൾ രാശിഫലം പറയുമ്പോൾ അത് ഏറ്റവും ഗുണഫലം നൽകുന്നതാണെങ്കിലും ഏറ്റവും ദോഷഫലം നൽകുന്നതാണെങ്കിലും ആ ഒരു രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അനുഭവത്തിൽ വരില്ല. ആ ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതെന്തുകൊണ്ട് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ആ ജാതകത്തിൽ നടക്കുന്ന ദശാകാലങ്ങളും നമ്മളെ അത്രയധികം സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കുക. ഈ ചിങ്ങം 1 മുതൽ ഒരു 6 രാശികളിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അത്യുന്നതമായ ഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നത്. നിങ്ങളുടെ ജനന ജാതകപ്രകാരം നോക്കുമ്പോൾ അത്രമേൽ ദോഷമല്ലാത്തൊരു ഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ കൂടെ ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. അതൊക്കെ മനസ്സിലാകണമെങ്കിൽ ആ ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകൂ. ഇനി നമുക്ക് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ദുഃഖദുരിതങ്ങൾ വിട്ടൊഴിയുന്ന രാശിക്കാർ ആരാണ് എന്ന് നോക്കാം. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണകാലം ചിങ്ങം 1 മുതൽ ആരംഭിക്കും. കഴിഞ്ഞ ഒരു 10 കൊല്ലക്കാലമായി ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികളെ നോക്കുമ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമാണ് ജീവിതത്തിൽ എന്തെങ്കിലും നന്മകളോ നേട്ടങ്ങളോ ഒക്കെ അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അത് അവർക്ക് അത്രമേൽ ശുഭനായ, ബലവാനായ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ ജനന ജാതകപ്രകാരം നടക്കുന്നവർക്ക് മാത്രം. ഭൂരിഭാഗം ഇടവം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ചും കഴിഞ്ഞൊരു 10 വർഷക്കാലം ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച വ്യക്തികളാണ്. അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ചവരുണ്ട്. പ്രതീക്ഷിക്കുന്ന ഒരു ജീവിത ഉയർച്ച ആ കർമ്മ മേഖലയിൽ നിന്ന് ലഭിക്കാത്ത ഒരനുഭവം, പലർക്കും വളരെ പെട്ടെന്ന് ആ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതായിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ പലർക്കും സാമ്പത്തികപരമായിട്ടുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കടബാധ്യതകളൊക്കെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്ന അവസ്ഥ. ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, പലരെയും സംബന്ധിച്ച് തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വന്നവരും ധാരാളമാണ്. പല കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിച്ച് അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയ അനുഭവം, അവസ്ഥകൾ പലർക്കുമുണ്ട്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായ അനുഭവത്തിലുണ്ടായ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് അനുഭവിച്ച വ്യക്തികളാണ് ഇടവം രാശിയിൽപ്പെട്ട പല വ്യക്തികളും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞൊരു 10 വർഷം നോക്കുമ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി കാണും. അത് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഓരോ തരത്തിലായിരിക്കും. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കരുതിയവരിൽ നിന്നൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസ വഞ്ചനകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വന്ന് കാണാം. പലതരത്തിൽ ബന്ധങ്ങളിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നവരുണ്ട്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ജീവിതത്തിൽ അനുഭവിച്ച പല ദുഃഖ ദുരിതങ്ങളും വിട്ടുമാറി ജീവിതത്തിൽ ഏറ്റവും നന്മകൾ ലഭിക്കുന്ന ഒരു സമയമാണ്.
അത് നിങ്ങളെ ഓരോരുത്തരെയും സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് അനുഭവത്തിൽ വരും. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കർമ്മ മേഖലയിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു നേട്ടം, ഉയർച്ച അവരവരുടെ കർമ്മത്തിൽ, ജോലിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ തൊഴിൽ, പുതിയ ജോലി ലഭിക്കുന്ന സമയം, അതുപോലെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ, തൊഴിൽ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ സമയമാണ്. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം എല്ലാവിധ പാഴ്ചിലവുകളും വിട്ടുമാറി നിങ്ങൾക്ക് ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അവരവർക്കും അവരവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ ആ കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ തക്ക തരത്തിലൊരു നല്ല ധനവരുമാനം വന്നു ചേരുന്ന അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് കുടുംബത്തിലൊക്കെ ഒരുപാട് മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹം, വണ്ടിവാഹന യോഗങ്ങൾ, ഗൃഹപ്രവേശം, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ്. സാമ്പത്തികപരമായി വളരെ ഉയർച്ച, നന്മകൾ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ സമാധാനം, സന്തോഷം ഒക്കെ ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കുടുംബ ബന്ധങ്ങളിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല മാറ്റം, ഗുണഫലങ്ങൾ വന്നു ചേരും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആകുലത, വേവലാതികളൊക്കെ വിട്ടുമാറി ആ സന്താനങ്ങൾക്കൊക്കെ ജീവിതത്തിൽ നല്ല ഉയർച്ച ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അവരവരുടെ സന്താനങ്ങളാൽ ഇടവം രാശിക്കാർക്ക് മനസ്സ് നിറയുന്ന, മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങളൊക്കെ വന്നു ചേരും. ഈ ഒരു ചിങ്ങം 1 പിറക്കുമ്പോൾ മുതൽ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ വന്നു ചേരും. മനസ്സമാധാനം, സുഖം, സന്തോഷം, ആരോഗ്യം, ധനപരമായ മുന്നേറ്റം ഒക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് ഈ ഒരു കാലഘട്ടത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു പുതുവർഷം ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ മുന്നോട്ടുള്ള ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ അത്യുത്തമമായ കാലഘട്ടമാണെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ഈ ഒരു സമയം അവരവരുടെ ജാതകം കൂടെ പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇടവം രാശിക്കാരായ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ ഒരു 10 വർഷക്കാലം നോക്കുമ്പോൾ കർക്കിടകം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് ജീവിതത്തിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയവരാണ്. പലരും, പഴമക്കാരൊക്കെ പറയും, ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ല എന്ന് പറയുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. പല കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചും ഈ ഒരു കാലഘട്ടം, ഈ കഴിഞ്ഞ ഒരു 10 വർഷക്കാലം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു അനുഭവം ഉണ്ടായവരാണ് പല വ്യക്തികളും. അത് അവരവർ ചെയ്യുന്ന അവരവരുടെ കർമ്മ മുഖാന്തരം, ജോലി, ബിസിനസ്സിലൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരിക, കർമ്മം മൂലം ധനനഷ്ടം സംഭവിച്ച ഒരവസ്ഥ, അപ്രതീക്ഷിതമായ കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവത്തിൽ വന്ന അനുഭവം ധാരാളം പേർക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത പണം നമ്മുടെ ആവശ്യത്തിന് തിരിച്ച് ലഭിക്കാത്ത ഒരവസ്ഥ, ആരെയാണോ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചത് ആ വ്യക്തികൾ തന്നെ നമുക്ക് ശത്രുവായിട്ട് മാറുന്ന ഒരനുഭവം പലർക്കും ഉണ്ടാകും. അത് സ്വന്തം ബന്ധങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ ധാരാളം അനുഭവിച്ച ഒരു വ്യക്തികളാണ് കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച പലരും. ഈ കഴിഞ്ഞ 10 വർഷക്കാലം സാമ്പത്തികപരമായിട്ട് വളരെയധികം പിന്നോക്കം വന്നൊരവസ്ഥ പലർക്കും അനുഭവത്തിലുണ്ട്. വളരെ നല്ല നിലയിൽ നിന്നും ജീവിതം വളരെ താഴെ തരത്തിലേക്ക്, സാമ്പത്തികമായിട്ട് അത്രമേൽ പരാജയത്തിലേക്ക് വന്ന പല വ്യക്തികളുമുണ്ട്. അത് പല രീതിയിലുമാണ് പലർക്കും അനുഭവത്തിൽ ലഭിച്ചിട്ടുള്ളത് എന്ന് മാത്രമാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു വണ്ടി വാഹനങ്ങളിൽ നിന്നൊക്കെ അപകടങ്ങൾ, അങ്ങനെ ഉള്ള ബുദ്ധിമുട്ട്, ശാരീരികപരമായ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, ആശുപത്രി വാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നവരും കർക്കിടകം രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളിൽ കുറവല്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് അവരവരുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലും അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷക്കാലങ്ങളായിട്ട് അനുഭവിക്കുന്നവരുണ്ട്.
ഏതൊരു കർമ്മം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചാലും അതിലൊക്കെ തടസ്സം, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമാക്കാൻ സാധിക്കാതിരിക്കുക, പലതും പകുതി വഴിയിൽ മുടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ പലരുടെയും ജീവിതത്തിലുണ്ട്. ഒരു വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെയാണ് പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, ഒരു 10 രൂപ നമ്മുടെ കൈകളിലേക്ക് വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരുന്നു. നമ്മളൊരു ശുഭകാര്യത്തിനെന്ന് പറഞ്ഞ് ചിലവഴിക്കുന്ന പണമൊക്കെ പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരനുഭവം. മറ്റൊരാൾക്ക് നന്മ ചെയ്താലും ആ നന്മ നമുക്ക് തിരിച്ചു ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പലതരത്തിലുള്ള ഒരവസ്ഥകളിൽ കൂടെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പല ബന്ധങ്ങളിലും ഉണ്ടായ വിള്ളലുകൾ, അത് കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ, സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിൽ, ചിലർക്ക് ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ ഈ തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവത്തിലുണ്ട്. എല്ലാ തരത്തിൽ നോക്കുമ്പോഴും ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് പോരാട്ടങ്ങൾ വേണ്ടി വരുന്നൊരവസ്ഥ. അത് ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ആ ഒരു പോരാട്ടം ഉണ്ട്. നന്മ ചെയ്താൽ ആ നന്മ തിരിച്ച് ലഭിക്കാത്ത അനുഭവമാണ് ധാരാളം പേരെയും സംബന്ധിച്ചുമുള്ളത്. തീരെ പ്രതീക്ഷിക്കാത്ത പല ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവത്തിലുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് വേണം പറയാൻ. പലരെയും സംബന്ധിച്ച് ഒരു ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ച്, അല്ലെങ്കിൽ ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. വിവാഹത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ആ ഒരു പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉള്ളവരാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിച്ച ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഈ അനുഭവിച്ചു വരുന്ന പല ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കും ഒരു മാറ്റമാണ് ചിങ്ങം 1 ഓഗസ്റ്റ് 17 മുതൽ ലഭിക്കുക. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് അനുഭവത്തിൽ വരാത്തവരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ ജനന ജാതകപ്രകാരം അത്രമേൽ ഒരു ശുഭഗ്രഹത്തിൻ്റെ, ബലവാനായ ഗ്രഹത്തിൻ്റെ ദശ നടന്നവർക്ക് മാത്രമാണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് അനുഭവിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചത് എന്ന് പറയാം. നിങ്ങളെ സംബന്ധിച്ച് ഓഗസ്റ്റ് 1 മുതൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. ഇത്രയും നാളും അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു നല്ല മാറ്റം ലഭിക്കും. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരും. ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തി ലഭിച്ച് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയം. ഇത്രയും നാളും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് ജീവിതത്തിൽ അനുഭവത്തിൽ വന്നത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരും. ഭാഗ്യം, ഈശ്വരാനുഗ്രഹം രണ്ടും ഒന്ന് തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ചിങ്ങം 1 മുതൽ മുന്നോട്ട് അവരവരുടെ ജോലി, കർമ്മം സംബന്ധിച്ച് നല്ല നേട്ടങ്ങൾ, ഉയർച്ചകൾ, അപ്രതീക്ഷിതമായ ധനവരുമാനം ലഭിക്കുക, നിങ്ങൾ കൊടുത്ത പണം, ഏറെക്കാലങ്ങളായി ലഭിക്കാതിരുന്ന പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുക, നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണ വിജയം ഉണ്ടാവുക, ഭൂമി യോഗം, ഗൃഹയോഗം, ഗൃഹനിർമ്മാണമൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനുള്ള സമയം. ആരോഗ്യപരമായും സാമ്പത്തികപരമായിട്ടും ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ, കുടുംബത്തിലേക്ക് ഒരു സമാധാനം, സന്തോഷം ലഭിക്കുന്ന സമയം. ചിങ്ങം 1 മുതൽ മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ശുഭ ചിലവുകൾ, മംഗളകരമായിട്ടുള്ള ചിലവുകൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. പലരെയും സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ വിദേശ യാത്ര, വിദേശവാസം, വിദേശ ജോലിയൊക്കെ അനുഭവത്തിൽ വരും. ഒരുപാട് കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ തീർത്ഥാടന കേന്ദ്രങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യവും കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരും. വിവാഹ, ദാമ്പത്യ, കുടുംബജീവിതത്തിലും വിവാഹ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. സമയം അത്രമേൽ ഉചിതമാണ്. ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ഒരു ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് എല്ലാ നന്മകളും ചിങ്ങം 1 മുതൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് ചിങ്ങം 1 ഓഗസ്റ്റ് 17 മുതൽ ഉത്തമമായിട്ടുള്ള ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞൊരു 10 വർഷക്കാലത്തെ ചിങ്ങം രാശിക്കാരുടെ ജീവിതം നോക്കുമ്പോൾ പലരെയും സംബന്ധിച്ച് ധനപരമായിട്ട്, അതുപോലെ ആരോഗ്യപരമായിട്ടും ദാമ്പത്യപരമായിട്ടുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ച ഒരു രാശിക്കാരാണ് എന്ന് തന്നെ പറയാം. പലരെയും സംബന്ധിച്ച് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ജീവിതത്തിൽ ഇനി അനുഭവിക്കാനൊന്നുമില്ല എന്ന തരത്തിലാണ് അത്രമേൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്ന വ്യക്തികളാണ്. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ഒരു പ്രശ്നങ്ങൾ അനുഭവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലുമാണ്.
കഴിഞ്ഞ 10 വർഷത്തെ ഒരു ജീവിതം നോക്കുമ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നഷ്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഏതർത്ഥത്തിൽ നോക്കിയാലും സാമ്പത്തികപരമായിട്ടൊക്കെ വളരെയധികം കടക്കെണിയിലൊക്കെ പെട്ടുപോയ ആളുകൾ തന്നെ നിരവധിയാണ്. തുടങ്ങിവെച്ച പല സംരംഭങ്ങളും നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വന്നൊരു സാഹചര്യം, അതുമൂലമുണ്ടായ ധനനഷ്ടം, മാനഹാനി, ഇതൊക്കെ അനുഭവത്തിലുണ്ട്. അതുപോലെ ചിങ്ങം രാശിയിൽപ്പെട്ട ചില വ്യക്തികളെ സംബന്ധിച്ച് വസിച്ചു വന്നുകൊണ്ടിരുന്ന ഭവനം പെട്ടെന്ന് നമുക്ക് ആ ഭവനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ ഭവനം വിട്ട് വേറൊരിടത്തേക്ക് ഒരു താമസം മാറേണ്ട അനുഭവമൊക്കെ പലരെയും സംബന്ധിച്ച് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഒന്നോ അതിൽ കൂടുതലോ ഭവനങ്ങളിൽ മാറി താമസിക്കേണ്ട ഒരനുഭവം, അതുപോലെ സ്വന്തമായിട്ടുള്ള ഭവനത്തിനൊക്കെ കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവുക, അതുമൂലമുണ്ടായ മനക്ലേശങ്ങൾ, വിഷമതകൾ ഒക്കെ അനുഭവിച്ചവർ ധാരാളമാണ്. സ്വന്തം ബന്ധത്തിൽപ്പെട്ട നമുക്ക് വേണ്ടപ്പെട്ട പലരും ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വേർപിരിഞ്ഞു പോയ ഒരനുഭവവും ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും ഉണ്ടാകാം. ആ ജീവിതത്തിൽ പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരവർക്കോ അല്ലെങ്കിൽ അവരവരുടെ കുടുംബത്തിലുള്ള പലർക്കോ പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അതുമൂലമുണ്ടായ ധനനഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങളും അനുഭവിച്ചവർ ധാരാളമാണ്. ദാമ്പത്യപരമായിട്ടാണെങ്കിലും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, വേർപിരിവുകൾ, വിവാഹമോചനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും ദാമ്പത്യപരമായിട്ട് അത്രമേൽ സുഖമല്ലാത്ത കുറേ അനുഭവങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിലുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയ വ്യക്തികളാണ്. എല്ലാവർക്കും ഒരുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. പലർക്കും പലതരത്തിലായിരിക്കും ജീവിതത്തിൻ്റെ ആ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ചിലർക്ക് ദാമ്പത്യം, ചിലർക്ക് ആരോഗ്യം, ചിലർക്ക് കടബാധ്യതകൾ, അല്ലെങ്കിൽ ശത്രുതകൾ, ഇങ്ങനെ പലതരത്തിലായിരിക്കും പലർക്കും പലതരത്തിലുള്ള ആ മോശപ്പെട്ട അനുഭവങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്കൊരു വീഡിയോയിൽ പറയാൻ കഴിയുന്ന ഒന്നല്ല, പൊതുവെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു നൽകുന്നത്. ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞ 10 വർഷത്തിനുള്ള ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ, നന്മകളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ അവരുടെ ആ ജനന ജാതകത്തിൻ്റെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ ജാതകത്തിൽ നടന്ന നല്ല ദശാകാലം, ആ ദശ നടത്തിയ ഗ്രഹത്തിൻ്റെ ആ ഒരു ഗ്രഹത്തിൻ്റെ ബലം കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കുക. പൊതുവേ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിൽ വന്നവരാണ് ചിങ്ങം രാശിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് വിശ്വാസ വഞ്ചനകളൊക്കെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ടാകാം. ഏറെ വിശ്വാസം അർപ്പിച്ചവരിൽ നിന്ന് പലതരത്തിലുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, കേൾക്കാൻ പാടില്ലാത്തതും കാണാൻ പാടില്ലാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കാണാനുള്ള സാധ്യതയും ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലുണ്ട്. ചെയ്യുന്ന ജോലി, കർമ്മസംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബിസിനസ്സിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു പോരായ്മകൾ, പാളിച്ചകൾ, അതിലുണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെ അനുഭവിച്ചവരാണ് ചിങ്ങം രാശിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് ചിങ്ങം 1 മുതൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, നന്മകൾ വന്നു ചേരും. കഴിഞ്ഞ 10 വർഷം നിങ്ങൾ എന്തൊക്കെയാണോ അനുഭവിച്ചത് അതിനൊക്കെ വിപരീതമായിട്ടുള്ള ഗുണഫലങ്ങൾ, നന്മകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടനഷ്ടങ്ങളും വിട്ടുമാറി നിങ്ങൾക്ക് നല്ല ഉയർച്ച, നല്ല നന്മകൾ ലഭിക്കുന്ന സമയം. അതുപോലെ ധാരാളമായിട്ടുള്ളൊരു പണവരവ്, ഒരു സമ്പാദ്യം വന്നു ചേരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല ഇടങ്ങളിൽ നിന്നായിരിക്കും സമ്പത്ത്, പണം, ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത്. അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള മാർഗം തെളിഞ്ഞു വരും. കടബാധ്യതകളിൽ നിന്ന് ചിങ്ങം രാശിക്കാർ മുക്തരാകുന്ന സമയം. നിങ്ങൾക്ക് ചെറുതാണെങ്കിലും ഒരു നല്ല സമ്പാദ്യം നിങ്ങൾക്കും ഉണ്ടാകുന്ന സമയം. ശുഭകാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുക, ധാരാളം പണം വരവുണ്ടാവുക, സാമ്പത്തിക കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തരാകുക, അതിൽ നിന്ന് കരകയറുന്ന ഒരു നല്ല കാലഘട്ടം. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുക, ഒരു ഭാഗ്യാനുഭവം ലഭിക്കുക, അതിലൊക്കെ ഒരു പൂർണ്ണ വിജയം വന്നു ചേരുക. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇറങ്ങിത്തിരിച്ച് പൂർത്തിയാക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു നല്ല സമയത്തിൻ്റെ, നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വിവാഹത്തിലുണ്ടായിരുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി അനുയോജ്യമായ മംഗല്യ ഭാഗ്യം ലഭിക്കും. അങ്ങനെ ഒരുപാട് നല്ല നേട്ടങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഏത് പ്രായത്തിലുള്ളവർക്കും അവരവരുടേതായിട്ടുള്ള നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്.
ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും പ്രായഭേദമന്യേ എല്ലാ നന്മകളും ചിങ്ങം 1 മുതൽ വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രജാതകരെ സംബന്ധിച്ച് ചിങ്ങം 1 ഓഗസ്റ്റ് 17 മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ അനുഭവിച്ചു വന്ന എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനമാണ്. ഒരു നല്ല ഗുണഫലം, നേട്ടങ്ങൾ, മാറ്റങ്ങളൊക്കെയാണ് തുലാം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. ഈശ്വരാനുഗ്രഹം അത്രമേൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. ആ ഒരു ദൈവാധീനം, ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണ വിജയം ലഭിക്കും. 10% നമ്മൾ പ്രയത്നിച്ചാൽ 100% ഫലം ലഭിക്കും എന്നുള്ളതാണ് സത്യം. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മംഗളകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ ദോഷങ്ങളും പൂർണ്ണമായി വിട്ടുമാറുന്ന സമയമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാവുക, സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതിൽ നിന്ന് മുക്തരായി നല്ലൊരു സാമ്പത്തിക സ്ഥിതി അനുഭവത്തിൽ വരിക. നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ നമുക്ക് അനാവശ്യമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ശത്രുതകൾ അല്ലെങ്കിൽ എതിർപ്പുകളൊക്കെ വിട്ടുമാറി നമ്മളുടെ കർമ്മം ചെയ്യുന്ന ആ കർമ്മ മേഖല സുഗമമായി മുന്നോട്ട് പോവുക, കർമ്മത്തിൽ ഉയർച്ച ലഭിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒത്തുചേർന്ന് വരുമ്പോഴാണ് ഒരു മനുഷ്യന് മാനസികമായും ശാരീരികമായും ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ ലഭിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തുലാം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു സുഖം ലഭിക്കുന്ന, ഒരു സന്തോഷം ലഭിക്കുന്ന, ജീവിതത്തിൽ തന്നെ ഏറ്റവും അധികം ആഹ്ലാദം നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, ഭാഗ്യാനുഭവം, എല്ലാ നന്മകളും നിങ്ങൾക്ക് ഒരുപോലെ ലഭിക്കുന്ന അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ്. മാനസികമായിട്ട് നിങ്ങൾ അനുഭവിച്ചു വന്ന എല്ലാ ക്ലേശങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് അത്രമേൽ സുഖം, സന്തോഷം, സമാധാനം ലഭിക്കും. ഈ ഒരു കാലഘട്ടത്ത് നിങ്ങളെ ചുറ്റിയിരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും പൂർണ്ണമായി വിട്ടുമാറും. ഏതെങ്കിലും തരത്തിലുള്ള കേസ്, കോടതി വ്യവഹാരങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അത് ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതമോ ഭൂമി സംബന്ധമായോ മറ്റേതെങ്കിലും തരത്തിൽ പണം ഇടപാടുകൾ സംബന്ധിച്ചുള്ള കേസ് വഴക്കുകളൊക്കെയായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറുക, പലതും നിങ്ങൾക്ക് അനുകൂലമാവുക. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ആരംഭിക്കുവാൻ പോകുന്നത്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. ഓരോരുത്തരുടെയും ജീവിതത്തിനും അവരുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസരിച്ചിട്ടാണ് ആ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് പലർക്കും കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന നല്ലൊരു ജോലി, കർമ്മത്തിലൊക്കെ കർമ്മം ലഭിക്കുക, കർമ്മത്തിൽ ഉയർച്ച ഉണ്ടാവുക, അങ്ങനെയുള്ള ഭാഗ്യാനുഭവങ്ങൾ. അതുപോലെ ഈ ഒരു ചിങ്ങം 1 മുതൽ മുന്നോട്ട് വിവാഹ സംബന്ധമായിട്ടുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറും. നല്ല അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയം. അതുപോലെ ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന തുലാം രാശിക്കാർക്കും ഈ ഒരു വർഷക്കാലം അത്യുത്തമമാണ്. കഴിഞ്ഞ കാലഘട്ടത്തെ ആ ഒരു ദാമ്പത്യ കുടുംബജീവിതത്തിലെ എല്ലാ തിക്ത അനുഭവങ്ങളും മറന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു നല്ലൊരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. പുനർവിവാഹത്തിന് അത്രമേൽ ഉത്തമമായ ഒരു സമയവും തുലാം രാശിക്കാർക്ക് ഈ ഒരു കാലഘട്ടമാണ്. എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറും. മാനസികമായി നിങ്ങളെ അലട്ടിയിരുന്ന ആ പ്രതിസന്ധികളിൽ നിന്ന് ഒരു മോചനമാണ് ഇത്. പലരെയും സംബന്ധിച്ച് പലതരത്തിലാണ് ആ ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് പലതരത്തിലുള്ള സഹായങ്ങളും നന്മകളും ഒക്കെ ഈ കാലഘട്ടത്തിൽ വന്നു ചേരുന്നത്. മുന്നോട്ടുള്ള സമയം തുലാം രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും വന്നു ചേരുന്ന ഏറ്റവും അത്യുത്തമമായ കാലഘട്ടമാണ്. ചിങ്ങം 1 ഓഗസ്റ്റ് 17 മുതൽ നിങ്ങളുടെ ജീവിതത്തിലും അതിൻ്റേതായിട്ടുള്ള ആ ഒരു മാറ്റങ്ങൾ, ആ ഒരു നന്മകൾ തീർച്ചയായിട്ടും വന്നു ചേരും. ആരോഗ്യപരമായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ
എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും പൂർണ്ണമായി വിട്ടുമാറുക, അതുപോലെ നിങ്ങൾ നടത്തി വരുന്ന ചികിത്സകളൊക്കെ പൂർണ്ണ ഫലത്തിൽ ലഭിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. സാമ്പത്തികപരമായിട്ടൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം, ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടെയാണ് ഇത്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് പലർക്കും കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്ന ഭവനം, സ്വന്തമായിട്ടുള്ളൊരു വീട് എന്നുള്ള ആഗ്രഹമൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു വർഷക്കാലം കൂടെയാണ്. നിങ്ങൾക്ക് പലതരത്തിലുള്ള നന്മകൾ, ഈശ്വരാനുഗ്രഹങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ വന്നു ചേരും. ഇതിനെയൊക്കെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിനൊക്കെ ഒരു നല്ല മാറ്റമാണ് മുന്നോട്ടുള്ള സമയം ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നത്. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് ആ ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുക. അത് വളരെ ഉത്തമമായിരിക്കും. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഈ ഒരു ചിങ്ങം 1 മുതൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി എടുത്തു പറയേണ്ട ഒരു രാശിക്കാരാണ് ധനുരാശിക്കാർ. ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ. ഈ ഒരു രാശിക്കാരെ പറ്റി എടുത്തു പറയണം എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം, കഴിഞ്ഞ 10 വർഷക്കാലമായി ഏറ്റവും അധികം ദുഃഖ ദുരിതങ്ങൾ, കഷ്ടതകളിൽ കൂടെ കടന്നു പോകുന്ന ഒരു രാശിക്കാരാണ് ധനുരാശിക്കാർ. എന്ത് ചെയ്താലും നമുക്കൊരു ഉയർച്ച ലഭിക്കുന്നില്ല. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. മറ്റൊരാൾക്കൊരു നന്മ ചെയ്താൽ പോലും തിരിച്ച് ഒരു നന്മ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് പലർക്കുമുള്ള ലഭിക്കുന്ന ഒരനുഭവം. അത്രമേൽ പലതരത്തിലുള്ള മാനസിക വ്യതകൾ, കഴിഞ്ഞ 10 വർഷക്കാലം മാനസികമായിട്ട് ഇത്രമേൽ അസ്വസ്ഥരായ മറ്റൊരു രാശിക്കാരില്ല. അതാണ് ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിന് ഗുണം നൽകുന്ന അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമില്ല എന്ന് തന്നെ പറയാം. അത്രമേൽ മാനസിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങളെല്ലാമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ധനുരാശിയിൽപ്പെട്ട പലരും അനുഭവിക്കുന്നത്. ഇത് പലർക്കും പലതരത്തിലാണ് എന്നുള്ളത് മാത്രം. ചിലരെ സംബന്ധിച്ച് അവരവരുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ, വിവാഹം കഴിഞ്ഞവരെ സംബന്ധിച്ച ദാമ്പത്യ കുടുംബജീവിതത്തിൽ അവർ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് മാനസിക വ്യതകളാണ് ദാമ്പത്യ കുടുംബജീവിതത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അത് വളരെ രൂക്ഷമാണ് എന്ന് തന്നെ പറയാം. ഏത് തരത്തിൽ എങ്ങനെ ചിലവുകൾ വരുന്നു എന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥ. നമ്മുടെ കൈകളിലേക്ക് വരുന്ന പണമൊക്കെ തീർത്തും ഒരു പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോവുക. ഏത് ശുഭകാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിച്ചാലും അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരനുഭവം. നമ്മളുടെ പ്രയത്നത്തിന്, കഷ്ടപ്പാടിനനുസരിച്ചിട്ടൊരു ഫലം ലഭിക്കുന്നില്ല എന്നുള്ളത്. ഒരു ജോലിയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, ബിസിനസ് ചെയ്യുന്ന ധനരാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും 100% പരിശ്രമിച്ചാലും 4-1 ജീവിതത്തിലേക്ക് അനുഭവത്തിൽ വരുന്നുള്ളൂ എന്നുള്ളതാണ് പരമമായ സത്യം. എന്നാൽ ജോലിയിൽ, ആ കർമ്മ മേഖലയിൽ ഒരുപാട് സമയം ചിലവഴിക്കുക, ഒരുപാട് പ്രയാസങ്ങൾ, സ്ട്രെസ് അനുഭവത്തിൽ വരിക, അലച്ചിലുകൾ ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു പ്രയോജനം ലഭിക്കുന്നില്ല എന്നുള്ളത്. മറ്റുള്ളവർക്ക് എന്ത് സഹായം ചെയ്താലും അവസാനം കുറ്റപ്പെടുത്തലുകൾ മാത്രം ബാക്കി. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ സഹോദരങ്ങളുമായിട്ട്, കൂടപ്പിറപ്പുകളുമായിട്ടൊക്കെ പലതരത്തിലുള്ള അകൽച്ചകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലരെയും സംബന്ധിച്ച് കുടുംബ ബന്ധത്തിൽ, അത് ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, സഹോദരങ്ങളുടെ ഇടയിലൊക്കെ അനാവശ്യമായിട്ടുള്ള വാക്ക് തർക്കം, അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് പണം സംബന്ധമായിട്ട്, ഭൂമി സംബന്ധമായിട്ടുമൊക്കെ പലതരത്തിലുള്ള വാക്ക് തർക്കങ്ങൾ, പ്രയാസങ്ങൾ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ കൈവശാവകാശമായിട്ടൊക്കെ നമുക്ക് അവകാശപ്പെട്ട പലതും നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടവുമാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം. പലർക്കും ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കാതിരിക്കുക, അതിന് പല തടസ്സങ്ങൾ സൃഷ്ടിക്കുക, അതിനെതിരെ കേസ്, കോടതി വ്യവഹാരങ്ങൾ വന്നു ചേരുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും ധനരാശിയിൽപ്പെട്ട പലർക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവത്തിലുള്ളതാണ്. സാമ്പത്തികപരമായിട്ട് ഏറ്റവും അധികം പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പലരും ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായി ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിച്ച് അതിനുവേണ്ടി ഒരുപാട് അലച്ചിലുകൾ അനുഭവത്തിൽ വന്ന അനുഭവം, ചിലർക്ക് പകുതി വഴിയിൽ അത് നിർത്തേണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്, പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരിക. ഇങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഒരു ജോലിയോ ബിസിനസ്സോ ഒക്കെ ചെയ്യുന്നവർക്കും അതിലൊക്കെ അപ്രതീക്ഷിതമായ വീഴ്ചകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെയാണ് അനുഭവത്തിൽ. നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊന്നും അതിൻ്റേതായ രീതിയിൽ പൂർണ്ണതയിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. ഏത് വഴിയിൽ കൂടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം വന്നു ചേരുന്നത് എന്നറിയാത്തൊരവസ്ഥ. ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു പ്രശ്നം ഒന്ന് പരിഹരിച്ചു കഴിയുമ്പോൾ
ഉടനെ മറ്റൊരു പ്രശ്നം നമ്മുടെ മുൻപിലേക്ക് വന്നു ചേരുക. ഒന്നിനു പിറകെ ഓരോ പ്രശ്നങ്ങൾ വന്നു ചേർന്ന അനുഭവം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ധനുരാശിക്കാർക്കുണ്ട്. പലരും ജീവിതത്തിനോട് തന്നെ ഒരു മടുപ്പ് തോന്നിയ അവസ്ഥയിലാണ് എന്ന് പറയുന്നതാണ് സത്യം. ഒരു ബിസിനസ് സംരംഭങ്ങൾ, ചെറിയ ഒരു സ്റ്റേഷനറി പോലെയുള്ള കടകളോ അല്ലെങ്കിൽ ചെറിയ തൊഴിൽ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിച്ചിട്ട് പോലും അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ധനുരാശിയിൽപ്പെട്ട പലർക്കുമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, നന്മകളുണ്ടാകും. ഇത്രയും നാളും അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം ലഭിക്കുന്ന, ഒരു ആത്മവിശ്വാസം, ധൈര്യം ലഭിക്കുന്ന, ശുഭാപ്തി വിശ്വാസം വന്നു ചേരുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളെ പുച്ഛിച്ചവർ അല്ലെങ്കിൽ പരിഹസിച്ചവർ ഒക്കെ അവരുടെ മുൻപിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ നേരിട്ടിരുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിട്ടുമാറും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകും. സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടുമൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് മുന്നോട്ട് വരുന്ന സമയമാണ്. ജീവിതത്തിൽ നല്ലൊരു അടിത്തറ ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ധനുരാശിക്കാർക്ക് വന്നു ചേരും. കഴിഞ്ഞ കാലഘട്ടത്തെപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ടതായിട്ടില്ല. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യം, ഈശ്വരാനുഗ്രഹം വന്നു ചേരും. പാഴ്ചെലവുകളൊക്കെ വിട്ടുമാറും. നല്ല നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും. സാമ്പത്തിക പരാധീനതകൾ, പ്രതിസന്ധികളിൽ നിന്നൊക്കെ നിങ്ങൾക്കും ഒരു കരകയറ്റം ലഭിക്കുന്ന സമയമാണ്. നല്ല മാറ്റങ്ങൾ ഓരോ ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അനുഭവത്തിൽ വരും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റം, ഗുണഫലം അനുഭവത്തിൽ വരും. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പരിശ്രമിച്ച് മുന്നോട്ട് പോകൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം ആരംഭിക്കുവാൻ പോവുകയാണ്. ഈ ഒരു സമയം ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായും അവരവരുടെ ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമാണ്. ജാതകപ്രകാരം എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിനും കൂടെ ഒരു പരിഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ വളരെ നല്ല മാറ്റങ്ങൾ മുന്നോട്ട് അനുഭവത്തിൽ വന്നു ചേരും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ചിങ്ങം 1 ഓഗസ്റ്റ് 17 മുതൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഈ 10 വർഷക്കാലത്തെ ദുഃഖദുരിതങ്ങൾ വിട്ടൊഴിയുന്ന രാശിക്കാരാണ് മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകം. മകരം രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവർ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അനുഭവിച്ച ദുഃഖദുരിതങ്ങളൊന്നും ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല. അത്രമേൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ് മകരം രാശിക്കാർ. മകരം രാശിയിൽപ്പെട്ട ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളിൽ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് കഴിഞ്ഞ 10 വർഷത്തിൽ നല്ല ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോയത് എന്ന് പറയാം. അതിന് പ്രധാന കാരണം അവരുടെ ജനന ജാതകപ്രകാരം നടന്ന ദശാകാലം മാത്രമാണ്. ഭൂരിഭാഗം വ്യക്തികളെയും സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അവർ അനുഭവിക്കാത്ത ദുഃഖ ദുരിതങ്ങളില്ല എന്ന് പറയുന്നതാണ് പരമമായ സത്യം. പലരെയും സംബന്ധിച്ച് ജീവിതത്തിൽ ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന അവസ്ഥയിൽ വരെ എത്തിച്ചേർന്നവരാണ് മകരം രാശിയിൽപ്പെട്ട പലരും. അത് സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും ദാമ്പത്യപരമായിട്ടും ഒക്കെ പല തരത്തിലുള്ള വെല്ലുവിളികളാണ് കഴിഞ്ഞ 10 വർഷക്കാലം നേരിട്ടത് എന്നുള്ളതാണ് സത്യം. ഏറെ വിശ്വസിച്ച് ഏറെക്കാലം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന പലരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, വഞ്ചന ഇതൊക്കെ അനുഭവിച്ച വ്യക്തികളാണ്. പലരെയും സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ജീവിതം എന്താണ് എന്ന് ശരിക്കും അനുഭവിച്ചറിഞ്ഞു. ആരാണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക, ആരാണ് നമ്മളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ, സ്വന്തം ബന്ധങ്ങളുടെ ശക്തി എന്താണ്, സ്വന്തം ബന്ധങ്ങളിൽ ആർക്കാണ് നമ്മളോട് ഏറ്റവും അധികം സ്നേഹം അല്ലെങ്കിൽ അവർ സത്യസന്ധത പുലർത്താൻ സാധിക്കുന്നത്, ഇതൊക്കെ മനസ്സിലായി കാണും. പണം സംബന്ധമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. അതുമൂലം ഉണ്ടായ പേരുദോഷം അല്ലെങ്കിൽ അതുമൂലം നേരിട്ട അപമാനങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചവരാണ് മകരം രാശിക്കാർ. വളരെ നല്ല നിലയിൽ ജീവിച്ചിരുന്ന പല മകരം രാശിയിൽപ്പെട്ട വ്യക്തികളും ജീവിതത്തിൻ്റെ താഴെ തട്ടിൽ വരെ എത്തിയ ഒരു അനുഭവമുണ്ട്. അത്രമേൽ പലതരത്തിലുള്ള പ്രയാസങ്ങളാണ് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. ചെയ്യുന്ന ജോലി, തൊഴിൽ, ബിസിനസ്സിലൊക്കെ നേരിട്ട പരാജയങ്ങളും പ്രതിസന്ധികളും അതുമൂലമുണ്ടായ കടബാധ്യതകളും ഒക്കെ പലരെയും ജീവിതത്തിൽ പലതും പഠിപ്പിച്ചു എന്നുള്ളതാണ് പരമമായ സത്യം.
അത്രമേൽ ജീവിതത്തിൽ സ്ട്രഗിളിങ് നടത്തിയ ഒരു രാശിക്കാരാണ് കഴിഞ്ഞ 10 വർഷത്തിൽ മകരം രാശിക്കാർ. ആ ജോലിയിലുണ്ടായ പ്രശ്നങ്ങൾ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, കുടുംബ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ, വേർപിരിവുകൾ, വിവാഹമോചനം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റ് തരത്തിലുള്ള സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. മകരം രാശിക്കാരെ സംബന്ധിച്ച് വേണ്ടപ്പെട്ടവർ, വളരെ പ്രിയപ്പെട്ടവർ വേർപിരിഞ്ഞു പോയ, അല്ലെങ്കിൽ നമ്മളെ വിട്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ വിട്ടുപോയ അനുഭവം മകരം രാശിയിൽപ്പെട്ട പലർക്കും ഉണ്ടായ കുറച്ച് വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോരാടി മുന്നോട്ട് വന്നവരും ഇപ്പോഴും ആ ഒറ്റയ്ക്ക് പോരാടി വന്നുകൊണ്ടിരിക്കുന്നവരും മകരം രാശിയിൽപ്പെട്ടവരിൽ ധാരാളമുണ്ട്. ജോലി സംബന്ധമായിട്ടും ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവർ, അതുപോലെ കടബാധ്യതകൾ വളരെയധികം അനുഭവിച്ച വ്യക്തികളാണ്. പലർക്കും ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ട അനുഭവം, സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു വീട്ടിൽ നിന്ന്, ഒരു ഗൃഹത്തിൽ നിന്ന് മറ്റൊരു വാടക ഗൃഹത്തിലേക്കൊക്കെ വരെ താമസം മാറ്റേണ്ടി വന്ന അനുഭവം പലർക്കുമുണ്ട്. ആ ജീവിതത്തിൻ്റെ ആ ഒരു നല്ല നിലയിൽ നിന്ന് ഉണ്ടായ ഒരു മാറ്റമൊക്കെ കഴിഞ്ഞ 10 വർഷത്തിൽ അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ്. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് നമുക്കിവിടെ പറയുവാൻ സാധിക്കില്ല. കാരണം മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോ വ്യക്തികളും ജീവിതത്തിൽ അനുഭവിച്ചത് ഓരോ തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ എല്ലാവരും ഭൂരിഭാഗം മകരം രാശിക്കാരും ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. മുന്നോട്ടൊക്കെ ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ വന്നു ചേരും. കഴിഞ്ഞ 10 വർഷക്കാലം ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ്, ജീവിതത്തിൽ പല നേട്ടങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരും. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയതിന് അതിൻ്റെ 10 മടങ്ങ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. അത് എല്ലാ തരത്തിലും നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ചെയ്യുന്ന ജോലി, ബിസിനസ് സംബന്ധമായിട്ട് നല്ല ഉയർച്ച, നല്ല മുന്നേറ്റം, ആരോഗ്യപരമായ മുന്നേറ്റം, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി, സാമ്പത്തികപരമായിട്ടുള്ള ആ പ്രയാസങ്ങളിൽ നിന്ന് വളരെ മോചനം ലഭിക്കുക. നിങ്ങളുടെ മുൻപിൽ നല്ല നല്ല വഴികൾ തെളിഞ്ഞു കിട്ടുന്ന സമയമാണ് മകരം രാശിക്കാർക്ക്. ദാമ്പത്യ കുടുംബ ജീവിതത്തിലും ഒക്കെ ഒരുപാട് നന്മകൾ വന്നു ചേരും. മകരം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അത് ആരോഗ്യം, കർമ്മം, ദാമ്പത്യം, അതുപോലെ എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ചിങ്ങം 1 മുതൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ നല്ല നാളുകളാണ് നിങ്ങൾക്ക് വരുവാനിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് തന്നെ അടിത്തറ നൽകുന്ന തരത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ വന്നു ചേരും. നിങ്ങളെ പരിഹസിച്ചവരുടെ അല്ലെങ്കിൽ അപമാനിച്ചവരുടെ മുൻപിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഒരു വഴിയാണ് നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുവാൻ പോകുന്നത്. മകരം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ച പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഈശ്വരൻ തന്നെ നൽകുന്ന നല്ല ഒരു സമയം, നല്ലൊരു കാലമാണ് ആരംഭിക്കുന്നത്. സമാധാനമായി മുന്നോട്ട് പോകാം. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ചിങ്ങം 1 മുതൽ അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.